തകർത്ത് പെയ്യുന്ന മഴയത്ത് ജനലരികിലിരുന്ന് പഴയൊരു ട്രാങ്ക് പെട്ടി തുറക്കുമ്പോഴാണ് കാസറ്റുകൾക്കിടയിൽ നിന്ന് അല്പം ചിതൽ തിന്ന ആ കവർ ദേവന്റെ കൈകളിലേക്ക് വീണത്. മാഞ്ഞു തുടങ്ങിയ അക്ഷരങ്ങളിൽ അവളുടെ കൈപ്പടയുണ്ടായിരുന്നു. മഴ തീരുന്ന രാത്രികളിൽ കാറ്റിന് നിന്റെ മണം കാണാറുണ്ട്. എൻ്റെ ഉള്ള് ഇപ്പോൾ ഒരു കറുത്ത കടൽ പോലെയാണ്. ഏതു നിമിഷവും എന്നെ തന്നെ വിഴുങ്ങിയേക്കാവുന്ന ഒരു വലിയ കറുത്ത കടൽ. ഞാൻ അതിൽ താണുപോവുകയാണെങ്കിൽ നമ്മൾ കണ്ടുമുട്ടിയ ആ പഴയ തീവണ്ടി ആപ്പീസിന്റെ കോണിൽ ഞാൻ ഉപേക്ഷിച്ചു പോയ ആ കറുത്ത കുട നീ എടുത്തുവെക്കണം. അതിനുള്ളിൽ ഞാൻ നിനക്കായി മാറ്റിവെച്ച എൻ്റെ ബാക്കി ആയുസിൻ്റെ വെളിച്ചമുണ്ട് എന്ന് നിന്റെ സ്വന്തം നിഴൽ. 15 വർഷങ്ങൾക്കിപ്പുറം ആ അക്ഷരങ്ങൾ വായിക്കുമ്പോൾ ദേവന്റെ മനസ്സ് പഴയ ആ മഞ്ഞുകാലത്തേക്ക് പാഞ്ഞുപോയി. അന്ന് അവർ കോളേജ് പഠനം കഴിഞ്ഞ് പിരിയുന്ന കാലമായിരുന്നു. മലയോര ഗ്രാമത്തിലെ ആ ചെറിയ തീവണ്ടി ആപ്പീസിലായിരുന്നു അവരുടെ സ്ഥിരം കണ്ടുമുട്ടലുകൾ. പ്ലാറ്റ്ഫോമിലെ വലിയ പുകമരച്ചുവട്ടിൽ മഞ്ഞും മഴയും കലർന്ന വൈകുന്നേരങ്ങളിൽ അവർ ഭാവി സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അവസാനമായി കണ്ടുമുട്ടിയ ദിവസം ചുവന്ന പാവാടയും കറുത്ത കുടയും പിടിച്ച് അവൾ ആ പുകമരച്ചുവട്ടിൽ നിൽപ്പുണ്ടായിരുന്നു. അന്ന് അവളെ ചേർത്തണച്ചപ്പോൾ അവളുടെ വിരലുകൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. താൻ അന്നത് സാധാരണ തണുപ്പുകൊണ്ടാണെന്ന് കരുതി. എന്നാൽ വിധി അവളിലേക്ക് എറിഞ്ഞുകൊടുത്ത ഏതോ വലിയ രോഗത്തിൻ്റെ അല്ലെങ്കിൽ മനസ്സിൽ പടർന്ന വലിയൊരു ഇരുട്ടിൻ്റെ ഭയമായിരുന്നു ആ വിറയലെന്ന് അവൻ അറിഞ്ഞില്ല. തൊഴിൽ തേടി ദൂരദേശത്തേക്ക് പോകുന്ന തീവണ്ടി വന്നപ്പോൾ അവൻ അവളോട് യാത്ര പറഞ്ഞു. ഞാൻ തിരിച്ചുവരും, നിന്നെ കൊണ്ടുപോകാൻ അവൻ വാക്ക് നൽകി. പ്ലാറ്റ്ഫോമിൽ ഒരൊറ്റ കുടയുമായി നിന്ന അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് അവൻ ജനലിലൂടെ കണ്ടിരുന്നു. പിന്നീട് ജീവിത തിരക്കുകളിൽ ജോലിയുടെ ഓട്ടത്തിനിടയിൽ ആ വാക്ക് അവൻ നിറവേറ്റാൻ വൈകി. കത്തുകൾക്ക് മറുപടിയില്ലാതായപ്പോൾ അവൾ തന്നിൽ നിന്ന് അകന്നുപോയെന്ന് അവൻ തെറ്റിദ്ധരിച്ചു. വർഷങ്ങൾക്കിപ്പുറം ഇന്ന് ആ കത്ത് വായിച്ചു തീർത്തതും ദേവന് അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. കനത്തത്ത മഴയെപ്പോലും ഗൗനിക്കാതെ അവൻ ആ പഴയ തീവണ്ടി ആപ്പീസിലേക്ക് വണ്ടിയോടിച്ചു. കാലം മാറിപ്പോയിരുന്നു. ആ ചെറിയ സ്റ്റേഷൻ ഇന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. ആ പുകമരത്തിന്റെ ചുവട്ടിൽ അവൻ ചെന്നു നിന്നു. പഴയ സ്റ്റേഷൻ മാസ്റ്ററുടെ പൂട്ടിയിട്ട മുറിയുടെ കോണിൽ ആരും ശ്രദ്ധിക്കാതെ മാറാല കെട്ടിക്കിടപ്പുണ്ടായിരുന്നു ആ കറുത്ത കുട. വിറയ്ക്കുന്ന കൈകളോടെ ദേവൻ ആ കുടയെടുത്തു. അതിൽ നിന്ന് പഴയ മഞ്ഞുകാലത്തിന്റെ മണമുയർന്നു. അവൻ പതുക്കെ ആ കുട നിവർത്തി. കുടയുടെ മടക്കുകൾക്കുള്ളിൽ നിന്ന് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ ഒരു ചെറിയ ഡയറിത്താൾ താഴേക്ക് ഊർന്നു വീണു. അതിൽ ചോര പോലെയുള്ള ചുവന്ന മഷിയിൽ ഒരൊറ്റ വരി മാത്രം കുറിച്ചിട്ടുണ്ടായിരുന്നു. മനോഹരമായ ഈ രചന തുടർന്ന് വായിക്കാൻ മൈ ബുക്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്പ് ലിങ്ക് ഇൻ ബയോ.